എടുത്തു നമ്മുടെ ഇറക്കിന് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കിപ്പോ 6 പാക്ക് ഉണ്ടോ? ചെറുതായിട്ട് ഞാൻ 6 പാക്ക് ആയിട്ട് വരുന്നതാണ്. ഒരു മാസം ജെന്യൂൻ റിവ്യൂ എന്നല്ല സഞ്ജു എന്നറിയാം. താനിപ്പോ ജെന്യൂൻ റിവ്യൂ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞല്ലേ ആൾക്കാർ അതിനെ വിമർശിക്കും. അതെ, ഇന്ന് അൺബോക്സിംഗ് ഡ്യൂട്ടിന്റെ കല്യാണമാണ്. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണേ ഉള്ളു. ഇവിടുന്ന് ഏതാണ്ട് 80-90 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ കണ്ട കൈസ് 6:33 അവിടെ ചെല്ലുമ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നു 9-9 തോന്നുന്നു. റിസപ്ഷനും കാര്യങ്ങളൊക്കെ കഴിയുമോന്ന് എനിക്കറിയത്തില്ല കൈസ്. നമുക്ക് ഒട്ടും സമയമില്ല കേട്ടാ. ഇല്ലെങ്കിൽ അടിപൊളി ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങാനാണ്, അല്ലെങ്കിൽ ഇത്തിരി കൂടെ ഇതായിട്ട് ചെയ്യാറ്. ഇത് ഓൾറെഡി ഞാൻ പണ്ട് നമ്മൾ മായിമച്ചാന്റെ കല്യാണം ജോബ് ചെയ്തതാണ്. പക്ഷെ സമയം ഇല്ലാത്തതുകൊണ്ട് അത് തന്നെ നമുക്ക് എന്തായാലും റിപ്പീറ്റ് ചെയ്യാം. കല്യാണമൊക്കെ വിളിക്കണ്ട. ഇവിടെ വന്നപ്പോ ഒരു സബ്സ്ക്രൈബറിനെ കിട്ടിയിരിക്കുകയാണ്. എടാ ഇത് അൺബോക്സിംഗ് ഡ്യൂട്ടിന്റെ കല്യാണമാണ്. ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറയാം. ഒളിക്കേറുക മോനെ കിട്ടി. എടാ എടുത്തു ഇത് ഇങ്ങനെ നമുക്ക് നമ്പേഴ്സ് വേണം. നമുക്ക് ഇങ്ങനെ ഒരു 100 എടുക്കാം. അന്ന് കുഴപ്പമില്ല, ഇതൊക്കെ മതി. അപ്പൊ ഇത് ഫുള്ള് നമുക്ക് ഇതിലെടുക്കാം. അങ്ങനെ സമയമില്ല സമയത്ത് നമ്മളിത് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറുക്കന്. കാണിച്ച് ഈ ഇതിനകത്ത് മൊത്തം ഇതാകട്ടെ. എന്തായാലും കല്യാണമൊക്കെ അതുകൊണ്ട് ചെറുക്കൻ അടിച്ചു പൊളിക്കട്ടെ. അപ്പൊ എടാ ഇത് പൊതിയാണോടാ ഇനി? ഓക്കെ, അപ്പൊ അത് നമുക്ക് തന്നോ. നേരെ പോകുന്നു അൺബോക്സിംഗ് ഡ്യൂട്ടിന്റെ ഹാപ്പി ബർത്ത്ഡേ ബ്രോ. ഹാപ്പി ബർത്ത്ഡേ അല്ലല്ലോ, ഹാപ്പി മാരീഡ് ലൈഫ് ബ്രോ എന്ന് പറഞ്ഞ നേരെ നമ്മൾ അങ്ങ് കൊടുത്തേക്ക് വേണ്ട. വൻ പരിപാടിയാണ് കേട്ടോ, അടിപൊളി പരിപാടി. കഴിഞ്ഞിട്ടില്ല. ഇവിടെ എന്തോ ഡാൻസ് ഒക്കെ നടക്കുക കേട്ടോ. ഓ ചെറുക്കൻ കണ്ടു കേട്ടോ, അവിടെ ഡാൻസ് കളിച്ചിട്ടിരിക്കുക. ഇവരെല്ലാം സബ്സ്ക്രൈബ് കേട്ടോ. എല്ലാവരും എല്ലാ ലുക്കാ. ഓ പൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കല്യാണമൊക്കെ? എനിക്ക് വരാൻ പറ്റില്ല, ഇപ്പഴാ വന്നത്. എന്തായാലും കുഴപ്പമില്ല, അവള് വീട്ടിലായിപ്പോ. ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സും ഉണ്ട്. തിരക്കിട്ടുണ്ട്. തിരക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എല്ലാരും കേക്ക്, അതുകൊണ്ട് ഇപ്പഴേ കൊടുത്തേ. കല്യാണമാണ് ആഘോഷിക്കും. അങ്ങനെ എന്തായാലും മൊഞ്ചത്തിക്കുട്ടീനെ കണ്ടില്ലായിരുന്നു. എടാ എന്തായാലും കണ്ടതിൽ സന്തോഷം. ഹാപ്പി ഫോർ യു. നമ്മുടെ ഇറക്കിന് ഭയങ്കര ഇഷ്ടമാണ്.
ഷൂട്ട് തീർന്നു ഗൈസ്. ഞങ്ങൾ ഒന്നാമത് വന്നപ്പോ ഭയങ്കര ലേറ്റ് ആയി പോയി. അവരുടെ തെറി വിളിക്കുന്നു. ബിരിയാണി പ്രതീക്ഷ ഒന്നും എനിക്ക് പഴങ്കഞ്ഞി പോലും കിട്ടിയില്ല. ഗൈസ് ലേറ്റ് ആയതുകൊണ്ടാണ് ഫുഡ് കിട്ടുക. എന്നാലും കുഴപ്പമില്ല, ഞാൻ വാങ്ങിച്ചു. അതാ പറഞ്ഞ ഫുഡൊക്കെ നിറയണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോ ലേറ്റ് 10 മണിയൊക്കെ ഇപ്പൊ കഴിഞ്ഞു. ചോറും കറിയൊക്കെ ഉണ്ട് ഗൈസ്, അല്ലാണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഇവന്മാർക്ക് ബിരിയാണി തന്നെ വേണം, അതുകൊണ്ട് നമുക്ക് പുറത്ത് കഴിക്കാം അല്ലേ ഗൈസ്. ഞാനിവിടെ വീഡിയോ എടുത്തപ്പോ ഇവൻ പറയാം ഇവര് സംസാരിക്കണം എന്റെ വ്ളോഗിൽ. പറഞ്ഞ എന്തോ പറയാനുള്ള സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാം ചെയ്യാം. ചെറുക്കൻ പറഞ്ഞാണല്ലോ, അത്രേ ഉള്ളൂ. പൊളിയാ. എവിടായിരുന്നു കണ്ടില്ലല്ലോ. എന്തായാലും ഗൈസ് പരിപാടിയെല്ലാം കഴിഞ്ഞ് എന്തായാലും അടിപൊളി സൂപ്പർ ആയിട്ടുണ്ടല്ലോ. നല്ലൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ വൻ പരിപാടി ഗൈസ്. സ്പെഷ്യൽ ഡാൻസും അതുപോലെ തന്നെ ആൾക്കാരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട്. എനിക്കിത് കണ്ടിട്ട് കല്യാണം കഴിക്കാൻ തോന്നുന്നു ഗൈസ്. ഞാൻ കല്യാണം കഴിയാൻ പോകണേ, അത്രേ ഉള്ളു. ഗോകുലേ ഇങ്ങനെ നടന്നാ മതി, നിനക്ക് കല്യാണം കഴിക്കണ്ടേ? അത്രേ ഉള്ളു. ഞാൻ ഉടനെ കല്യാണം കഴിക്കാൻ പോകും. എനിക്കിത് കണ്ടിട്ട് എന്നെ കൊതിയ വന്നു. എനിക്ക് കല്യാണം കഴിക്കണം. ആ എടുക്കാലോ, വാടമുത്തേ. Come on guys, come on. Okay guys, അപ്പൊ പൊളിക്ക്. Guys, നമുക്ക് വഴി വെച്ച് നമ്മുടെ ചെറുക്കനെ കിട്ടിയിരിക്കുവായിരുന്നു. എവിടെ പോയിരിക്കുവായിരുന്നു ബ്രോ? ഞങ്ങള് വേറെ പരിപാടിക്ക് വേണ്ടി എന്റെ ഫ്രണ്ട്സ് UK വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ വഴിക്ക് പോയാ, അതുകൊണ്ടാ കല്യാണത്തിന് വരാൻ പറ്റാതെ. ഓക്കെ അപ്പൊ ഓക്കെ അളിയാ, പിന്നെ പൊളിക്കും. നിങ്ങൾക്കിപ്പോ 6 പാക്ക് ഉണ്ടോ? ചെറുതായിട്ട് ഞാൻ 6 പാക്ക് ആയിട്ട് വരുന്നതാണ്. ഒരു മാസം സെറ്റ് ആക്കണം. 1 മാസം കൊണ്ട് 6 പാക്ക് വരത്തില്ല, എന്നാലും നല്ല ചേഞ്ച് എടുത്താ 80 ദിവസം. ഓക്കെ ബോയ്സ് ആൻഡ് ഗേൾസ്, അങ്ങനെ നമ്മൾ ബിരിയാണി കിട്ടാത്ത സങ്കടത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു ഗൈസ്. ഇവന്മാരൊക്കെ ആണെങ്കിൽ വിശന്നിട്ട് എന്നെ ലാസ്റ്റ് ചീത്ത വിളിക്കുമായിരുന്നു. ഞാനാണ് അടിപൊളി മട്ടൻ ബിരിയാണി അല്ലെങ്കിൽ ബീഫ് ബിരിയാണി ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു കൊണ്ടുപോയാൽ പിന്നെ ഞങ്ങളുടെ കൂടെ കുഴപ്പമുണ്ട്, കാരണം ലേറ്റ് ആയി പോയത് കൊണ്ടാണ്. പക്ഷേ അപ്പൊ തന്നെ ഞാൻ നമ്മുടെ ചങ്ക് പിടിയും ചങ്ക് സബ്സ്ക്രൈബറും ആയ പ്രവീൺ ബ്രോയുടെ അടുത്ത് വന്നു. പുള്ളിക്കാരൻ ഇവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻറ്റിന്റെ മാനേജർ കൂടിയാണ്. അതിലുപരി നമ്മുടെ കട്ട സബ് എന്ന് പറഞ്ഞാൽ കട്ട സബ്ബാണ് കേട്ടോ. എന്റെ പഴയ വ്ലോഗ് തൊട്ട് കട്ടക്ക് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് കുറെ വേറെ മച്ചാന്മാരെ കിട്ടി. 1 2 3 ഞങ്ങള് എല്ലാരും ഇപ്പൊ മഹാരാജാസ് കോളേജിലെ സ്റ്റുഡൻസ് ആണ്. ഞങ്ങള് 3 ആളും. നിന്റെ പേര്? എന്റെ പേര് അഖിൽ ദേവ്. അഖിൽ ദേവ്. ഗായ്സ് നിങ്ങളിപ്പോ ഞെട്ടും, കാണിച്ചു തരാം. നിന്റെ പേര്? ഡാനിഷ്. അനൂപൻ. നിങ്ങളുടെ പേര്? പ്രവീൺ ബ്രോ. കട്ട സബ്സ്ക്രൈബർ ആണ്. ലവ് യു മാൻ. ഗായ്സ് ശരിക്കും പറയാണ് എന്റെ A to Z എല്ലാ കാര്യവും അറിയാം. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടാ. എന്റെ പഴയ ഫ്രണ്ട്സ്, പഴയ ബ്ലോഗ്സ്, എല്ലാ കാര്യം A to Z അരച്ച് കലക്കും. ഞാൻ ഓർത്തില്ല ഇത്രോ എന്നെ ഫോളോ ചെയ്യണ ഒരു ആളുണ്ടെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഓർത്തില്ല. എന്താ പറയാ, കുറെ നാളെ ഇങ്ങനെ സബ്സ്ക്രൈബറെ കണ്ടിട്ട്. എടാ സത്യം പറയാം, പണ്ടൊക്കെ എപ്പോഴും കാണുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പഴയ വ്ലോഗ് വിട്ട് ഇപ്പോഴുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള വ്ലോഗ്സ് ഒക്കെ കാണണം. ഇത് പഴയ വ്ലോഗ് വിട്ട് എന്നെ കാണണം. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ ആൾക്കാർ എന്നോട് സംസാരിക്കുമ്പോഴും എന്റെ പഴയ വ്ലോഗ്സിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് എനർജിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവന്മാരെ 1.5 പാട്ട് പാടും. ഫസ്റ്റ് ഇവനാണ് പാട്ട് പാടാൻ പോണം. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, എടാ നീ ഇന്ന് എവിടെ പാടി റിലീസാന്ന് പറഞ്ഞില്ലേ? ഇന്ന് ഞാന് ആദ്യത്തെ എന്റെ പ്ലേബാക്ക് സിംഗിങ് ഇന്ന് എന്താ പറയാ എല്ലാ പ്ലാറ്റ്ഫോമിലും ഇറങ്ങിയിരിക്കുകയാണ്. അമരൻ മൂവിയുടെ കന്നഡയിലാണ് ഞാൻ പാടിയിരിക്കുന്നത്. ഓക്കെ, അത്ര മതി. ഇനി നീ പാട്ട് പാട്. Come on man, come on.
ദാരേ ആരാനാ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ഇരുൾ ജീവനെ പൊതിഞ്ഞു, ചീതൽ പ്രാണനിൽ മേഞ്ഞു, കിതയ്ക്കുന്നു നീ ശ്വാസമേ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ഗൈസ്, ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്ത് വെച്ചാൽ മതി. ശരിക്കും ഇത് ഒന്നൊന്നുമല്ല കേട്ടോ, ഇവരോട് ഓരോ പാട്ട് നമ്മൾ പറയുന്നത് സ്പോട്ട് ഇവനെ ഒരു കുറഞ്ഞൊരു 8-9 പാട്ട് ഇപ്പൊ തന്നെ പാടില്ല. 8-9 ഇത് പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ക്യാമറ എടുക്കാൻ അങ്ങോട്ട് പോയി. കാരണം എനിക്ക് ഇങ്ങനെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. കാരണം എന്റെ ലൈഫ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനം. അപ്പൊ എന്തായാലും നിങ്ങൾ കാണണമെന്ന് എനിക്ക് തോന്നി. അടിപൊളിയായിട്ടല്ലേ പാടിയ, എന്തായാലും കമന്റ് ചെയ്യണം. പിന്നെ ഒരു വെന്റിലേഷൻ കൂടി ഒന്ന് പാടും. പാട് പാട് പിന്നെ അത് മതി. ഇത് പാടിയോ മതി. മതിയാ ഒരു ഗൈസ്. ഈ പാട്ട് എന്റെ ഗേൾഫ്രണ്ടിന് വേണ്ടിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം. നേരത്തെ പാടിയില്ല, അതുപോലെ പാടിയോ മതി. അഴകെ ചങ്കുലക്കണ ചോദ്യം ഇതെന്റെ തീരിഞ്ഞൊരു കയ്യിൽ കയ്യും കൊത്തു അഴവിൽ ചന്ദമേ നീ എൻ സ്വന്തമേ. ലവ് യു സത്തു. ഓക്കെ, അതെ അടുത്ത നമ്മുടെ ചെറുക്കൻ ഇവരെ വെന്റിലേഷൻ പാടാ. അതൊക്കെ പാടുന്നത് നമ്മുടെ ചെറുക്കൻ ഇവിടെ വെയിറ്റിംഗ് ആണ്. താങ്കൾ ഹിന്ദി പാട്ട് പാടും പാട്ടിലെ പാടും. रंग रेजा रंग मेरा तन मेरा मन, ले ले रंगाई चाहे तन चाहे मन. रंग रेजा रंग मेरा तन मेरा मन, ले ले रंगाई चाहे तन चाहे मन. सजरा सवेरा मेरा तन बरसे, गजरा अंधेरा तेरी चलती है, तेरा मिला जो तेरा दर बरसे. ओ मौला kun fayakun, kun fayakun, kun fayakun, kun fayakun, kun fayakun, kun fayakun, 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 fayakun. രണ്ടുപേരും ഒടുക്കുന്ന പാട്ടാ. നീ ആരാണ്? മഹാരാജ് കോളേജിലെ എന്ന ചരിത്ര പുരുഷൻ ഞാൻ പാടില്ല. ഞാൻ പാടില്ല. ഞാനൊരു പാട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. പാട്ടിന്റെ പേര് അഴൽ എന്നാണ്. അത് പാടിക്കുന്നത് അഖില തന്നെയാണ് എന്റെ മെയിൽ പാടിയത്. ഫീമെയിൽ ശ്രദ്ധ ദിനേശ് എന്ന് പറയും. അതിന്റെ ബാക്കിംഗ് മ്യൂസിക് ഒക്കെ ചെയ്ത് നമ്മുടെ ബിജുപാൽ സാറിന്റെ ഇത് പ്രൊമോഷൻ ഒന്നും ഇല്ല. ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ പോകുന്നുള്ളൂ. ആക്ച്വലി ഇവൻ അടിപൊളിയായിട്ട് ഫ്ലൂട്ട് വായിക്കും കേട്ടാ. വേറെ ഇൻസ്ട്രുമെന്റ് എന്തെങ്കിലും എന്താണ് നീ കളിക്കുന്നത്? അല്ല സീരിയസ്ലി പറഞ്ഞ അടിപൊളിയായിട്ട് വായിക്കാറുണ്ട്. ഫ്ലൂട്ട് വായിക്കും, ഡ്രംസ് വായിക്കും, എല്ലാം വായിക്കും. അടിപൊളി കമ്പോസറാണ്. ഓ അടിപൊളി. ഇവൻ പിന്നെ കന്നഡ, മറ്റേ അമരന്റെ കന്നഡ അറിയോടാ? ആ പാട്ട് അറിയാം. ഒരു വരിയെങ്കിലും 2 വരി പെട്ടെന്ന് ഷോർട്ട് സിമ്പിൾ ആയിട്ടാ. മലയേ മലയേ സൂര്യോ മലയേ ಕಂಬಾನು ತಂದು ಹೂವೇ ಹೂವೇ ರೋಜಾ ಹೂವೇ ನಿನ್ನ ಹೆಸರ ಕಂಪನು ತಂದು ಈ ಗಾಳಿಯೇ. ഇത് നമ്മുടെ ശിവകാർത്തികേയൻ മരിക്കുമ്പോഴുള്ള പാട്ടാണ് കേട്ടോ. അപ്പൊ ആ പാട്ടിന്റെ എന്റെ കന്നഡ എനിക്ക് പാടാൻ പറ്റി. താങ്ക് യു ഗൈസ്. ഓക്കെ, അപ്പൊ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കും. ഇനി കാണാം. ബൈ.